എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് തിരുനാവായിൽ നടക്കുന്ന കുംഭമേളയോടനുബന്ധിച്ചുള്ള കാഴ്ചകളാണ്. അവിടുത്തെ നിളാതീരത്തെ ആരതി തട്ടും അവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഈ കാണുന്നതാണ് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ തിരുനാവായ ദേശത്ത് ഭാരതപ്പുഴയുടെ തീരത്തുള്ള പുരാതന തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം. ഹൈന്ദവ വൈഷ്ണവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ ഒരാളായ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. നാവാമുകുന്ദൻ എന്ന പേരിൽ ആണ് ഭഗവാൻ ഇവിടെ അറിയപ്പെടുന്നത്. ഭഗവാനോടൊപ്പം ഭഗവതിയായ മഹാലക്ഷ്മിയും ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ആരാധന. ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ എന്നിവർക്കും സന്നിധിയിൽ സ്ഥാനമുണ്ട്. കൂടാതെ പ്രധാന ശ്രീകോവിലിന്റെ പുറകിൽ മൃത്യുവിജയിയായ ശിവന്റെ സങ്കല്പത്തിലുള്ള ആരാധനയുമുണ്ട്. അടുത്തുള്ള തൃപ്പങ്ങോട്ട് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രതീകാത്മകമായി ഒരു നന്ദി വിഗ്രഹം ഇവിടെ കാണാം. ഐതിഹ്യപ്രകാരം സഹോദരന്മാരായ 9 സന്യാസി വര്യന്മാരാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ഇവരിൽ ആദ്യത്തെ 8 വിഗ്രഹങ്ങൾ അന്തർദാനം ചെയ്തുവെന്നും അവസാനത്തെ യോഗി പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് ഇന്ന് ക്ഷേത്രത്തിലുള്ളതെന്നും വിശ്വസിച്ചു. തിരുനാവായ ക്ഷേത്രത്തിനടുത്ത് ഭാരതപ്പുഴയുടെ തീരത്താണ് ഇതിഹാസ പ്രശസ്തമായ മാമാങ്കം നടന്നിരുന്നത്. ശ്രാദ്ധ പൂജകൾക്ക് പ്രസിദ്ധിയാർജിച്ചതാണ് ഇവിടുത്തെ നിളാതീരം. നാവാമുകുന്ദ ക്ഷേത്രത്തിലെ ഭഗവാൻ മോക്ഷദായകനാണ് എന്ന വിശ്വാസമാണ് അതിന്റെ പ്രധാന കാരണം. കർക്കടകം, തുലാം, കുംഭം, ഇടവം എന്നീ 4 മാസങ്ങൾ അമാവാസി നാളുകളിൽ ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ബലിയിടാൻ വൻ ഭക്തജന തിരക്കുണ്ടാകും. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ കേരളത്തിലുള്ള 11 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഐതിഹ്യ പെരുമകളാൽ സമ്പന്നമാണ് നിളാതീരത്തെ നാവാമുകുന്ദ ക്ഷേത്രവും നാവായി മുകുന്ദ പെരുമാളും. മലയാളത്തിലും തമിഴിലുമായി ധാരാളം പുസ്തകങ്ങൾ ഇവിടുത്തെ തേവരുടെ ഐതിഹ്യ കഥകൾ പറയുന്നുണ്ട്. 9 യോഗികൾ ഇവിടെ പ്രതിഷ്ഠ നടത്തിയെങ്കിലും 9ാമത്തെ തവണ പാൽപായസം തരാമെന്ന വ്യവസ്ഥയിലാണ് പ്രതിഷ്ഠ ഉറച്ചതെന്നും ഐതിഹ്യം പറയുന്നു. നാവാമുകുന്ദ ക്ഷേത്രത്തിനടിയിൽ നിരവധി വിഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള വിശ്വാസത്തിനാൽ ഇവിടെ അധികം പ്രദക്ഷിണം വെച്ചിരുന്നില്ല. ആദ്യം പ്രതിഷ്ഠിച്ച 8 വിഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്നറിയാത്തതിനാൽ ആഴ്വഞ്ചേരി തമ്പ്രാക്കളും തിരുനാവായ വാദ്യാനും മുട്ടുകുത്തിയാണ് പ്രദക്ഷിണം വെച്ചിരുന്നതും തൊഴുതിരുന്നതും എന്ന് പറയുന്നു. നവയോഗികളായ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പിലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നിവർക്ക് മഹാവിഷ്ണു ഇവിടെ ദർശനം നൽകിയിട്ടുണ്ട്. ധാരാളം യാഗങ്ങൾ നടത്തി പ്രസിദ്ധിയാർജിച്ച നവയോഗികളുടെ സാന്നിധ്യം സ്ഥലനാമത്തിന് കാരണമായി എന്ന് കരുതുന്നു. തിരുവനയോഗി എന്ന് പറയപ്പെട്ടിരുന്നത് പിന്നീട് ലോപിച്ച് തിരുനാവായ എന്ന നാമമായി മാറിയെന്ന് ഐതിഹ്യം. നവയോഗികൾ ഓരോരുത്തരും അവരുടേതായി ഓരോ വിഷ്ണു വിഗ്രഹം സൂക്ഷിച്ചിരുന്നു. അവർ ഓരോരുത്തരും തങ്ങളുടേതായ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചു. എന്നാൽ പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ അവ അന്തർദാനം ചെയ്തു. കൃത്യമായ ചിട്ടകളൊന്നുമില്ലാതെ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടത്തിയിരുന്നത് കാരണമാണ് അവ അന്തർദാനം ചെയ്തതെന്ന് നവയോഗികളിലെ ഇളയവനായ കരഭാജൻ മനസ്സിലാക്കി. അതായത് അഭിഷേകം, അർച്ചന, നിവേദ്യം, ദീപം തുടങ്ങിയവ പ്രതിഷ്ഠാകർമ്മത്തിന് നിർബന്ധങ്ങളാണ്. അവയൊന്നുമില്ലാതെ പ്രതിഷ്ഠ നടത്തിയതാണ് അന്തർദാനത്തിന് കാരണം എന്ന് അദ്ദേഹം തൻ്റെ കൈവശമുള്ള വിഗ്രഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചപ്പോൾ നിളാനദിയിലെ ജലം കൊണ്ട് അഭിഷേകവും താമരപ്പൂക്കൾ കൊണ്ട് അർച്ചനയും നടത്തി. പാൽപായസം നേദിച്ച് നെയ്വിളക്ക് കത്തിച്ചാണ് പ്രതിഷ്ഠാകർമ്മം നടത്തിയത്. ഇന്നും കാലാവസ്ഥാഭേദ്യമന്യേ ക്ഷേത്രത്തിൽ അഭിഷേകത്തിനും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത് ഭാരതപ്പുഴയിലെ ജലമാണ്. അതിനാൽ ക്ഷേത്രത്തിൽ കുളവും കിണറുമില്ല. താമരമാലയും നെയ്വിളക്കും പാൽപായസവും ഇവിടെ പ്രധാന വഴിപാടുകളായി തന്നെ തുടരുന്നു. ലക്ഷ്മി സമേതനായ നാരായണന്റെ സങ്കല്പമാണ് നാവാമുകുന്ദൻ്റേത്. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠകൾ സാധാരണ ഉണ്ടെങ്കിലും ശ്രീ മഹാലക്ഷ്മിക്ക് തൻ്റെ വാമഭാഗത്ത് പ്രത്യേകം ഒരു സ്ഥാനവും പൂജയുമൊക്കെ ആയിട്ടുള്ള പ്രതിഷ്ഠകൾ അപൂർവമാണ്. അതിൽ തന്നെ കേരളത്തിലെ ഏക ക്ഷേത്രം ഇതാണ്. ഇതിനാധാരമായി പറയപ്പെടുന്നത് നാവാമുകുന്ദൻ്റെ ഭക്തവാത്സല്യവും വെളിപ്പെടുത്തുന്ന ഒരു കഥയാണ്. വിഷ്ണു ഭക്തനായ ഗജേന്ദ്രൻ ബ്രാഹ്മമുഹൂർത്തത്തിൽ നിളയിൽ സ്നാനം ചെയ്ത് അടുത്തുള്ള താമരപ്പൊയ്കയിൽ നിന്നും നാവാമുകുന്ദന് ഏറ്റവും പ്രിയപ്പെട്ട താമരപ്പൂക്കൾ പറിച്ചുകൊണ്ടുവന്ന് നിത്യേന മുകുന്ദ വിഗ്രഹത്തിൽ അർച്ചന നടത്തിയിരുന്നു.
ഒരു അക്ഷയ തൃതീയ നാളിൽ താമരപ്പൂക്കൾ ശേഖരിക്കാൻ ചെന്നപ്പോൾ മറ്റാരോ താമരപ്പൂക്കൾ പറിച്ചതിനാൽ ഗജേന്ദ്രന് താമരപ്പൂവൊന്നും ലഭിച്ചില്ല. ഇതിൽ കുണ്ഠിതനായ ഗണേശൻ തൻ്റെ സങ്കടം നാവാമുകുന്ദനോട് ഉണർത്തിക്കാൻ ചെന്നപ്പോൾ മുകുന്ദ വിഗ്രഹം താമരപ്പൂക്കൾ മൂടിയിരിക്കുന്നതായി കണ്ടു. തനിക്ക് മുൻപ് ആരോ താമരപ്പൂക്കൾ പറിച്ച് അർച്ചന നടത്തിയതായി മിച്ചു. അതിൽ മനംനൊന്ത് അദ്ദേഹം മുകുന്ദപാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചു. തൻ്റെ ദുർവിധിക്ക് കാരണം എന്താണെന്നും അത് പരിഹരിക്കാൻ തനിക്ക് കഴിവുണ്ടാക്കി തരണം എന്നും വിലപിച്ചുകൊണ്ട് ഗണേശൻ ശ്രീ മുകുന്ദനോട് മനമുരുകി പ്രാർത്ഥിച്ചു. നാവാമുകുന്ദൻ പ്രത്യക്ഷനായി തൻ്റെ പ്രിയപത്നി ശ്രീ മഹാലക്ഷ്മി ഗജേന്ദ്രൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ താമരപ്പൂക്കൾ ശേഖരിച്ച് അർപ്പിച്ചതാണെന്നും തനിക്ക് തൻ്റെ ഭക്തന്മാരോടുള്ള അമിത സ്നേഹവാത്സല്യങ്ങൾ കണ്ട് അതിൽ അസൂയ പൂണ്ട് അത്രയും സ്നേഹവാത്സല്യങ്ങൾ ദേവിക്കും കിട്ടണം എന്ന ആഗ്രഹത്താലാണ് ദേവി അങ്ങനെ ചെയ്തതെന്നും ഭഗവാൻ അരുളി ചെയ്തു. തനിക്ക് നാവാമുകുന്ദാർച്ചന നടത്താൻ താമരപ്പൂക്കൾ ലഭിക്കാതെ വരരുതേ എന്ന ഗജേന്ദ്രന്റെ പ്രാർത്ഥന ഭഗവാൻ സ്വീകരിച്ച് ഇനി മേലിൽ ഗജേന്ദ്രന് നിർവിഘ്നം താമരപ്പൂക്കൾ ലഭിക്കുമെന്നനുഗ്രഹിച്ച് ശ്രീ മഹാലക്ഷ്മിയെ തൻ്റെ വാമഭാഗത്ത് കുടിയിരുത്തി എന്നുമാണ് സങ്കല്പം. തിരുനാവായയിൽ ഭഗവാനെ പിതാവായും ലക്ഷ്മീദേവിയെ മാതാവായും ഗജേന്ദ്രനെ മകനുമായാണ് കരുതിപ്പോരുന്നത്. ഗജേന്ദ്രനെ താമരപ്പൂക്കൾ ഭഗവാന് അർപ്പിക്കാൻ സമ്മതിക്കാത്ത ലക്ഷ്മീദേവി ഇവിടെ മലർമങ്കൈ നാച്ചിയാർ എന്നും അറിയപ്പെട്ടിരുന്നു. ഭഗവാനോടൊപ്പം ശിവനെയും ഇവിടെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഈ സ്ഥലം കാശിക്ക് തുല്യമെന്നും പറയുന്നുണ്ട്. അദ്വൈത വേദാന്തത്തിൻ്റെ മുഖ്യ പ്രയോക്താവായിരുന്ന ആദി ശങ്കരാചാര്യരും തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നിരുന്നതായി ഒരു കഥയുണ്ട്. നാവാമുകുന്ദ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പം സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭഗവതിയായ മഹാലക്ഷ്മിയും കൂടി പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ഇരു കൈകളും വരമുദ്രയായി കുടികൊണ്ടിരുന്ന ഇവിടുത്തെ മഹാലക്ഷ്മി പ്രതിഷ്ഠയുടെ ഒരു കൈ താഴോട്ടാക്കിയത് അദ്ദേഹമാണെന്ന് വിശ്വസിച്ചിരുന്നു. ആ കഥ ഇങ്ങനെയാണ്. അഭയം ചോദിച്ചു വരുന്നവർക്കെല്ലാം മഹാലക്ഷ്മി വാരിക്കോരി കൊടുത്തു. അങ്ങനെ ദാരിദ്ര്യം എന്നൊന്ന് തിരുനാവായിൽ ഇല്ലാതായി. എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യവും വർദ്ധിച്ചു വന്നു. അങ്ങനെയിരിക്കെയാണ് ക്ഷേത്ര ദർശനത്തിന് വന്ന ശങ്കരാചാര്യർ നടയിൽ മുട്ടുകുത്തി തൊഴാൻ നിന്നു. മുൻപ് പ്രതിഷ്ഠിച്ച 8 പ്രതിഷ്ഠകൾ അന്തർദാനം ചെയ്ത സ്ഥലം എന്ന അർത്ഥത്തിൽ പണ്ടാരും കാലുകൊണ്ട് നിലത്തു ചവിട്ടിയിരുന്നില്ല. അങ്ങനെ ചെയ്ത ശങ്കരാചാര്യരെ കണ്ടപ്പോൾ ചില കുബുദ്ധികൾ ദേ നടയിൽ കുട്ടിയാന നിൽക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അപമാനിച്ചു. ഇത് അവരുടെ ഐശ്വര്യത്തിൻ്റെയും പണത്തിൻ്റെയും അഹങ്കാരം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയ ശങ്കരാചാര്യർ ഉടനെ ശ്രീ ഭഗവതിയെ ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തി. ഒരു കൈ കീഴ്പോട്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെയാണ് മഹാലക്ഷ്മി വിഗ്രഹത്തിൻ്റെ ഒരു കൈ കീഴ്പോട്ടായത്. അതോടെ തിരുനാവായ ഗ്രാമം കടുത്ത ദാരിദ്ര്യത്തിലായി. എന്നാൽ ഇന്ന് ഈ ഗ്രാമം വികസനത്തിൻ്റെ പാതയിലാണ്. തിരുനാവായ തൃപ്പങ്ങോട്ട് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിക്കുന്നില്ല. തിരുനാവായയിൽ ശിവസാന്നിധ്യം ഉള്ളതുപോലെ തൃപ്പങ്ങോട്ട് ഉപദേവനായി നാവാമുകുന്ദൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ഇത് മാർക്കണ്ഡേയൻ തന്നെ നടത്തിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. രണ്ടിടങ്ങളിലെയും താന്ത്രികകാരം വഹിക്കുന്നതും ഒരേ കുടുംബക്കാരാണ്. കേരളത്തിലെ പ്രസിദ്ധ താന്ത്രിക കുടുംബമായ കൽപ്പുഴ മനക്കാരാണ് രണ്ടിടത്തും തന്ത്രിമാരായി അനുഷ്ഠിച്ചു വന്നിരുന്നത്. ഇവർ മാർക്കണ്ഡേയൻ്റെ പിന്മുറക്കാരാണെന്നാണ് വിശ്വാസം. തിരുനാവായയിൽ ദർശനം നടത്തുന്നവരിൽ നല്ലൊരു ഭാഗവും തൃപ്പങ്ങോട്ട് ദർശനത്തിനെത്താറുണ്ട്. चतुर्विंशतिश्चमे अष्टाविंशतिश्चमे द्वात्रिंशत्चमे षट्त्रिंशत्चमे चत्वारिंशत्चमे चतुश्चत्वारिंशत्चमे अष्टाचत्वारिंशत्चमे वाजश्च प्रथमश्च अभिजश्च अकृतश्च सुवश्च मूर्धाश्च व्यसनेश्च अन्त्यश्च भुवनश्च भुवनश्चाधिपतिश्च इडादेव हुर्मुनुं यज्ञैर्बृहस्पति कथामतानि जगुं दिशद्विश्वे ദേവാസു ഉക്തവാച പൃഥിവി മാതർമാ എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവതിയുടെ പട്ടകമാണ്. അപ്പോൾ ഞാൻ ഉപേക്ഷിച്ചെടുത്ത് പറഞ്ഞു വെച്ചാൽ ഒരു സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ് പദ്ധതി എടുക്കുന്നതിന് പകരം നമുക്ക് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ എല്ലാ പൂജകളും അതിലേക്ക് വരും, എല്ലാ അധിദേവതകളും വരും. അപ്പോൾ ഒരു ദേശത്തിന് എന്ത് വേണമെന്ന് വെച്ചാൽ എനിക്ക് ധനം മാത്രം പോരാ, എനിക്കിത് മാത്രം പോരാ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന് ഒരു ദേശത്തിന് എന്തൊക്കെ വേണം അത് മുഴുവൻ ഒറ്റ പൂജയിലേക്ക് കയറാം. ഇതിൻ്റെ അടുത്ത ദിവസത്തിൽ നമുക്ക് എളുപ്പത്തിൽ കയറാം. ഈ 10-12 ദിവസം കൊണ്ട് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന് വേണ്ട എല്ലാ ദേവതകളെയും അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് വിശേഷ വിധാനമാണ് ഇത് എടുത്തിരിക്കുന്നത്. അതുവഴി ജീവിച്ചത് ക്രിയയാണെന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപൂർവങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം ആചരിച്ചു പോരുന്ന ഒരു ക്രിയാപദ്ധതി കൂടിയാണ്. അതാണ് അതിന് ഇത്രത്തോളം വിശേഷത ഉണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബാലസ്വരൂപത്തിലേക്ക് ഭഗവതിനെടുത്ത് വിശേഷ രൂപത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ വിപുലമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഗുരുനാഥനും കൂടിയായിട്ടുള്ള ഗുരുനാഥൻ എന്ന് തന്നെ പറയാം
പൂജിച്ചിരിക്കുന്നത്. അത് 3 ഭാവത്തിലാണ്. അതും വലിയൊരു ഉപാസകനാണ്. വർഷങ്ങളോളം അത്രമായിട്ട് തപസ് ചെയ്തു എന്നൊരു വ്യക്തിത്വം കൂടിയാണ്. അപ്പോൾ മാഷെന്ന് ഇവിടെ വരാമെന്ന് പറഞ്ഞതും അതുപോലെ ബാലനെ അത്രത്തോളം പൂജിക്കാമെന്ന് പറഞ്ഞതിലും വളരെയധികം ഒരു സന്തോഷമുണ്ട്. കാരണം അത്രത്തോളം ആ ദേവതയായിട്ട് മാഷ് അത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദേവതാ സാന്നിധ്യത്തിൽ ബാലാ സാന്നിധ്യം അല്ലെങ്കിൽ ബാലാ പരമേശ്വരിയുടെ ഒരു സാന്നിധ്യം 3 നേരവും അത് വലിയ പൂജയായിട്ടാണ് പൂജിക്കുന്നത്. അത്രത്തോളം അനുഗ്രഹം ഭഗവതിയുടെ തീർച്ചയായിട്ടും വരുന്ന ഭക്തർക്കും ദേശത്തിനും ഉണ്ടാവും എന്നുള്ളതാണ്. മലപ്പുറം നിള തീരത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റൂലാത്ത ഒരു ക്രിയയാണ് നിളാസ്നാനം. നമ്മൾ 6 മുഖങ്ങളായിട്ട് ഉള്ള പൂജയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി. അപ്പോൾ ഓരോ മുഖങ്ങൾക്കും ഓരോരോ മൂലമന്ത്രങ്ങളാണ്. ഓം ഭജദ്ഭൂയ നമഃ, ഓം വിശ്വഭൂയ നമഃ, ഓം രുദ്രഭൂയ നമഃ, ഓം ബ്രഹ്മഭൂയ നമഃ, ഓം ഭൂവാദ്ഭൂയ നമഃ, ഓം ജഗദ്ഭൂയ നമഃ. 6 മുഖങ്ങൾക്കുള്ള മന്ത്രങ്ങളാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ ചേർത്ത് ഓം ശരവണ ഭവാന്നും പറഞ്ഞ് നമുക്ക് ചൊല്ലാം. അല്ലെങ്കിൽ ഓം ശിവശിവ സുബ്രഹ്മണ്യായ നമഃ. അപ്പോൾ അങ്ങനെ അത്രയും മന്ത്രങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ ഈ സ്കന്ദ ഹോമം നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണാഹൂതിയാണ് ഇപ്പോൾ നടത്തിയത്. ഇത് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയെ ആവാഹിച്ച് വെച്ചിരിക്കുന്നു. ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ വേര്. അപ്പോൾ വൈകുന്നേരമാണ് പ്രധാനമായിട്ട് ആ വേര് പൂജ നടക്കുന്നത്. അത് ഇന്നേരമാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് പൂർണ്ണം സുബ്രഹ്മണ്യം ഷൺമുഖനാഥാ സുബ്രഹ്മണ്യം 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 ഷൺമുഖനാഥാ സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥാ സുബ്രഹ്മണ്യം 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 ഷൺമുഖനാഥാ സുബ്രഹ്മണ്യം ബ്രഹ്മണം യജ്ഞാനമേവനാമം സത്യങ്ങളെ ഭവാസി മാത്മാകാന്യസ്വാമിതൽ മാത്മാശേന പുത്രദീം മാത്മാവിതരിഷ്മാൻദീരോ അസ്ത്രാവിസ്വാമനുപ്രദിശം ധനിക്രതൽ സുമംഗലോ ഭദ്രവാദീരേഹ അവക്രന്ദ ദക്ഷിണഗോ ഗൃഹാണാം ബൃഹദ്വദേമ ഇതരേ സുവീരാ പ്രദക്ഷിണത വിഗ്രഹം വികാരോ ഗായസ്ത്രം ചത്രൈഷ്ടുവം ജാതകായ ഉദ്ഗാദേവ ശകുനേ സാമഗായസി ബ്രഹ്മപുത്ര ഇവ സവനേഷു ശംസതി വിഷേവമാധീരവിദ്യ സർവതോനശകുനേ ഭദ്രമാവത വിശ്വതോനശകുനേ പുണ്യമാവത ആവതസ്ത്വം ശകുനേ ഭദ്രമാവത സൂക്ഷ്മീമാസീന സൂര്യൻ ദീപ്തനേതുൽപദൻ വരസി കർക്കരുത ബൃഹദ്വദേമ വിരതേ സുവീരാം കർപ്പൂരദീപം പ്രദർശയാമി കർപ്പൂരം സമർപ്പയാമി നാനാവിധപത്രപരിമളപുഷ്പാണി സമർപ്പയാമി. ഹര ഹരോ ഹര ഹര.
കേരളത്തിലെ അറിയപ്പെടുന്ന ചരിത്ര കാലത്തിനും തുടക്കം മുതൽ 12 വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന ബൃഹത്തായ നദീതീര ഉത്സവമായിരുന്നു മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിന് 7 കിലോമീറ്റർ തെക്ക് മാറിയുള്ള തിരുനാവായ എന്ന സ്ഥലത്തായിരുന്നു മാമാങ്കം അരങ്ങേറിയിരുന്നത്. മാഘമാസത്തിലെ മകം നാളിൽ നടത്തുന്ന ഉത്സവമാണ് മാമാങ്കം. ഏതാണ്ട് 250 വർഷം മുൻപ് നിന്നുപോയ ആ ചടങ്ങുകളുടെ പുനരാവിഷ്കാരമാണ് ഇന്ന് കാണുന്ന മാഘ മഹോത്സവം. വാരണാസിയിൽ കാണുന്നത് പോലെ അവിടുത്തെ പണ്ഡിറ്റുകൾ ചെയ്യുന്ന നിളാപൂജ കാണാൻ 10,000-കണക്കിന് ആളുകൾ നിളയിൽ എത്തിച്ചേരും. ഏതാണ്ട് വൈകുന്നേരം 7 മണിയോടുകൂടി തുടങ്ങുന്ന നിളാപൂജയുടെ കാഴ്ചകൾ കാണാൻ നിളയിൽ സ്നാനം ചെയ്ത് മണിക്കൂറുകൾക്ക് മുമ്പേ നിളാതീരവും ഭാരതപ്പുഴയുടെ കരകളും നിറഞ്ഞു കവിയുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഇങ്ങനെ മനോഹരമായ ഒരു ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. ഇത്രയും മനോഹരമായ ഈ കാഴ്ചകൾ കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾ ആനന്ദ നിർവൃതിയോടെ മടങ്ങും. ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്കെല്ലാം കുംഭമേളയുടെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.